കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈശ്വരനെ പോലെ നിങ്ങൾ കരുതിയ DK നിങ്ങൾക്കെതിരെ സംസാരിച്ചു. ബാലുവിനെ തല്ലി. എല്ലാം ഞാൻ കാരണോ? ഇനിയിപ്പോ അതൊന്നും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. എനിക്കത് മതി. എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുക. ജ്യോതി, നിന്റെ മഹത്വം ഇതുവരെ ഇവിടെയുള്ളവരാരും തിരിച്ചറിഞ്ഞിട്ടില്ല. നീ പോകുന്നതിന്റെ നഷ്ടത്തിന്റെ ആഴം എത്രയാന്ന് ഇവിടെയുള്ളവരെല്ലാം തിരിച്ചറിയുന്നൊരു ദിവസം വരും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ചിത്ര. ഈ ലോകം അങ്ങനെയാ. നമ്മളൊക്കെ വിചാരിക്കും നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കൂലെന്ന്. വെറുതെയാ. നമ്മളില്ലെങ്കിലും എല്ലാം നടക്കും. എല്ലാവരും ജീവിക്കും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, ഉണരും. നഷ്ടപ്പെടുന്നത് പോകുന്നവർക്ക് മാത്രം. അതറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ പോയേ പറ്റൂ. എന്തായാലും എനിക്ക് ഈ വീട്ടില് ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരമ്മ എനിക്ക് കിട്ടി. ബേട്ടി, നീ പോകരുത് തന്നെ അതൊക്കെ ഇപ്പോഴും പറയാനുള്ളത്. നീ പോകുമ്പോ ഇവിടെ ഇല്ലാതാവുന്നത് ഈ വീടിന്റെ വെളിച്ചമാ. ഒരു വെളിച്ചവും എങ്ങോട്ടും പോവില്ല. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അമ്മ കരയല്ലേ? അമ്മ എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെ എന്നെ കണ്ടു, സ്നേഹിച്ചു. ഞാൻ ചെന്നപ്പെട്ട പ്രതിസന്ധികളിലെല്ലാം എനിക്ക് കരുത്തായിട്ട് നിന്നത് എന്റെ അമ്മയാ. മോളെ, സുപ്രിയയുടെ പകരക്കാരിയായിട്ടല്ല, സുപ്രിയായിട്ട് തന്നെയാ നിന്നെ കണ്ടതും സ്നേഹിച്ചു.
വീട്ടിൽ ജീവിച്ചിരുന്ന പോലെ തന്നെയാ അമ്മ കരുതിയത്. അതുകൊണ്ട് തന്നെയാ എനിക്ക് സുപ്രിയ നീ ഒന്നായത്. അതിപ്പോ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും കാര്യമില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നാലും കരയാതിരിക്കാൻ പറ്റുന്നില്ല മോളെ. ദേ, അമ്മ നൽകിയ ധൈര്യം എന്നെ ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിർത്തിയത്. ആ സ്നേഹം മുഴുവനും എന്റെ ഉള്ളിലുണ്ട്. പോകുമ്പോ ഞാൻ ആഗ്രഹിക്കുന്ന കാലം വരെ ഇവിടെ ജീവിക്കാനുള്ള അവസരവും അനുവാദവും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇനി നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആദ്യം ഈ വേഷമൊക്കെ കെട്ടിയത്. ജീവൻ രക്ഷിച്ചു, പക്ഷെ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഒരു ദുഷ്ടൻ എല്ലാം നശിപ്പിച്ചു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അമ്മ പറഞ്ഞതൊന്നും ഹിറ്റ്ലർ കാര്യാക്കണ്ട. ഈ ഭൂമിയിൽ ആരും ആർക്കും പകരമല്ല. ഒരാളിനും പകരക്കാരില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ. കഴിഞ്ഞതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരമൊന്നും വാങ്ങാത്തതിൽ എന്നോട് വിഷമമൊന്നും തോന്നണ്ട. അധികം പണം നമുക്ക് സങ്കടങ്ങളെ ഉണ്ടാക്കും. ഹിറ്റ്ലറെ, 1 കൊല്ലം ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിച്ചു. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല. എന്നാലും വിഷമഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു താങ്ങായിട്ട് നിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്നേഹിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സുപ്രിയ ആവാൻ എനിക്ക് പറ്റില്ലല്ലോ ഹിറ്റ്ലറെ. ഒരു ഭർത്താവിന്റെ ഒരു കടമയും നിങ്ങളെ നിറവേറ്റിയില്ല. ഒരു ഭാര്യയുടെ അവകാശങ്ങളെയും ആഗ്രഹങ്ങളെയും കണ്ടില്ലാന്ന് നടിച്ചു. എനിക്കെല്ലാം അങ്ങ് നിഷേധിച്ചു. അതെല്ലാം സുപ്രിയയ്ക്ക് വേണ്ടിയിട്ടാന്ന് എനിക്കറിയാം. എനിക്കതിലൊന്നും ഒരു പരാതിയുമില്ല. എങ്കിലും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഹിറ്റ്ലറെ, എനിക്കൊരാഗ്രഹമുണ്ട്. അത് നിങ്ങൾ എനിക്ക് സാധിച്ചു തരണം. കരുതലോടെ ഭർത്താവ് ചേർത്ത് പിടിക്കുന്നതും ലാളിക്കുന്നതും കൊതിക്കാത്ത
കെട്ടിപ്പിടിച്ചോട്ടെ. ജ്യോതി, ചതിച്ചു. ജ്യോതി, 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 മോളെ, ജ്യോതി മോളെ, ജ്യോതി മോളെ, ജ്യോതി, ജ്യോതി മോളെ, ജ്യോതി, പൈലറ്റിൽ കണ്ട ചതിച്ചു. ജ്യോതി, മോളെ, ജ്യോതി, ജ്യോതി, അയ്യോ മോളെ, ജ്യോതി, ജ്യോതി മോളെ, ജ്യോതി, 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 ജ്യോതി. അയ്യോ, അയ്യോ, അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ? എന്താ സുധേട്ടാ? അച്ഛാ, ജ്യോതി മോള് രക്തം ചെയ്ത് ആശുപത്രി കൊണ്ടുപോയെന്ന്. എന്റെ ഈശ്വര, ദൈവമേ, എന്റെ ചേച്ചി, അമ്മ.
എന്തുപറ്റി? വിഷം കഴിച്ചാന്ന് തോന്നുന്നു മാഡം. ICU-ലേക്ക്. ഓക്കെ മാം. അയ്യോ സിസ്റ്റർ, ജ്യോതിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. കുട്ടിയുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ട്. എന്റെ കൃഷ്ണ. ജ്യോതി, വിഷോ? എന്റെ മായച്ചി എന്ത് ഭ്രാന്തായി പറയുന്നേ? അവൾ എന്തിനായി ചതി ചെയ്തേ? നീ കിടന്ന് ബഹളം വെക്കല്ലേ. അവളുടെ ഉള്ളിൽ വിഷം ചെന്നു എന്നുള്ളത് സത്യം തന്നെയാ. അവളെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാ എല്ലാവരും. ജ്യോതി രക്ഷപ്പെടുവോ മായച്ചി? അതോ നീ കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ താരേ. ഇവിടെ എല്ലാവരും ആകെ പേടിച്ചു വിറച്ചു നിൽക്കുക. അവക്ക് എന്തെങ്കിലും സംഭവിച്ച എല്ലാവരും കുടുങ്ങും. എന്തിനാ മായച്ചി അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്? അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇവിടുന്ന് പോണ്ടെന്ന് തീരുമാനിച്ചൂടായിരുന്നോ? എല്ലാവരുടെയും മുമ്പിൽ സന്തോഷം അഭിനയിച്ചെങ്കിലും അവള് പോകാൻ തീരുമാനിച്ചത് അവളുടെ വീട്ടിലേക്കായിരുന്നില്ല, മരണത്തിലേക്കായിരുന്നു. പോലെ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കള ഏതോ